ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യമുണ്ട് AFUPC നടത്തുന്ന ദൈവവചന പ്രഘോഷണ പരമ്പരയിലൂടെ നമുക്ക് സന്ധിക്കുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കേവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. പ്രശ്നസാന്ദ്രമായ ഈ ജീവിത സാഹചര്യങ്ങളിൽ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങളിലാണെങ്കിൽ പോലും ഒരുപാട് സമയം വിനിയോഗിക്കുവാൻ കഴിയാതെ ബന്ധപ്പെട്ട് ഓടുമ്പോൾ ജീവിത ബന്ധപ്പാടുകൾക്കിടയിൽ ഈ സന്ദേശം കാണിക്കുവാനായി, ഈ സന്ദേശം കേൾക്കുവാനായി നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിനായി നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഒരു ലഘു സന്ദേശം, ഒരു ധ്യാന ചിന്തയായി നിങ്ങളോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ നമ്മിങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ഉത്സവ ഘോഷരാത്രിയിൽ എന്ന പോലെ പാട്ട് പാടുകയും യഹോവയുടെ പർവ്വതത്തിൽ ഇസ്രായേലിൻ പാറയായവന്റെ അടുക്കൽ ചെല്ലേണ്ടതിന് കുഴലോടുകൂടെ പോകും പോലെ ഹൃദയപൂർവ്വം സന്തോഷിക്കുകയും ചെയ്യും. രണ്ട് കാര്യം അവിടെ പറയുന്നു. ഒന്ന്, ഉത്സവ ഘോഷരാത്രിയിൽ എന്ന പോലെ പാട്ടുപാടും. രണ്ട്, ഹൃദയപൂർവ്വം സന്തോഷിക്കും. മനുഷ്യ ജീവിതത്തിൽ ഇന്ന് ഈ രണ്ട് അനുഭവങ്ങളും പാടെ നഷ്ടപ്പെട്ടിരിക്കുക. ഉത്സവങ്ങൾ പലതും നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഘോഷം, യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്നവരാണ് ഏറിയ പങ്കും. സന്തോഷ അവസരങ്ങൾ പലതുമുണ്ട്, പക്ഷേ ഹൃദയപൂർവ്വം സന്തോഷിച്ചിട്ട് നാളുകൾ ഏറെയായ, മാസങ്ങളേറെയായ, വർഷങ്ങളേറെയായ ആളുകളെയാണ് നാം ചുറ്റുപാടിലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ ഈ സന്ദേശം നിങ്ങളും ആയിരിക്കുന്നെങ്കിൽ നിങ്ങളോട് എനിക്ക് ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത്, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി, ഇന്നലകളുടെ വിലാപത്തിൻ്റെ അവസ്ഥയിൽ മാറ്റം വരുത്തി, നാളുകളിൽ ഉത്സവ ഘോഷ യാത്ര എന്ന പോലെ, ഉത്സവാഘോഷ രാത്രിയിലെ സന്തോഷം പോലെ ഹൃദയപൂർവ്വം സന്തോഷിക്കുവാൻ നിനക്കൊരു അവസരം ഒരുക്കും എന്ന് ഈ സമയം. ഇതിനെ അലട്ടുന്ന വിഷയം ഏതുമാകട്ടെ, രോഗം, കടഭാരം, ജോലിയില്ലായ്മ, വിദ്യാഭ്യാസം, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, ഭവനമില്ലായ്മ, ഏതുമാകട്ടെ, പ്രൊമോഷൻ നിറഞ്ഞ വെച്ച അനുഭവങ്ങൾ, എന്തുവാണെങ്കിലും നിന്റെ സന്തോഷം അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി സന്തോഷത്തെ പൂർണ്ണമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള സാഹചര്യങ്ങളൊന്നും നോക്കണ്ട. ഇതിനപ്പുറം അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിച്ച പ്രാർത്ഥന. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സന്ദേശം കേട്ട ഈ പ്രിയപ്പെട്ട സന്നിധി പരമേൽപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണം. ഇവരിന്ന് ജീവിതത്തിൽ നേരിടുന്ന, അവരുടെ കുടുംബം നേരിടുന്ന സകല വിഷയങ്ങളുമേലും കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കും. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുള്ളിലെ അത് ചലിക്കുവാൻ, ക്രിയുവാൻ, എൻ്റെ പ്രവൃത്തി കാണുവാൻ സ്വർഗം സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമാക്കണം. സമാധാനം, സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രാപിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവനും ഉടമയായി തീരുവാൻ സഹായിക്കുമാറാകണം. ചിതരിക്കാൾ സ്തോത്രം യേശുനാമം തന്നെ. ആമേൻ. നിങ്ങൾ ക്ഷമയുടെ സന്ദേശം കേട്ടതിനാൽ നന്ദി പറയുന്നു. പ്രാർത്ഥനാ വിഷയം വേണ്ടി ഞങ്ങളെ വിളിച്ചറിയിക്കുക. 94 46 620 645 94 46 620 645. ഈ പ്രോഗ്രാം കുറിച്ച് പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു.